ഇനി നമുക്ക് അബ്രഹത്തിന്റെ കഥ ഒന്നുകൂടെ കേട്ടാലോ? ആ കഥ പറയാനായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ലിവിറ്റ് റോയ് എന്ന മിടുക്ക് കുട്ടിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ തേർഡ് സെഗ്മെന്റിലേക്ക് പോകാം, ബ്ലൂമിംഗ് ടാലന്റ്. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ അബ്രഹാം വിശ്വാസത്തിലൂടെ പിതാവായ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒരിടത്ത് അബ്രഹാം എന്ന ഒരാൾ ജീവിച്ചിരുന്നു. അബ്രഹാം ആരെന്നു? ജനതകളുടെ പിതാവ്, വിശ്വാസികളുടെ പിതാവ് എന്നൊക്കെയാണ് അബ്രഹാം അറിയപ്പെട്ടിരുന്നത്. അബ്രഹാവും ഭാര്യയായ സാറായും ഹാരാനിൽ താമസിക്കുകയായിരുന്നു. അവർക്ക് ധാരാളം ആടുകൾ, കഴുതകൾ, ഒട്ടകം തുടങ്ങിയവയുണ്ടായിരുന്നു. എന്നാൽ ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്നിട്ടും അവർക്കൊരു ഉണ്ണി പിറന്നില്ല. പാവ അബ്രഹാം. അതിനാൽ അവർ വളരെ സങ്കടത്തോടെയാണ് ജീവിച്ചു പോന്നത്. ഒരു ദിവസം ദൈവം അബ്രഹത്തോട് പറഞ്ഞു, അബ്രഹാം, നീ നിന്റെ നാടും വീടും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് അബ്രഹാവും സാറായും കാനാൻ ദേശത്തേക്ക് പോയി. ഒരുപാട് വയസ്സായിട്ടും ഒരു കുഞ്ഞില്ലാത്തതിനാൽ അവരെന്നും ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം അബ്രഹത്തിന്റെ സ്വപ്നത്തിൽ കർത്താവ് പറഞ്ഞു, അബ്രഹാം, നിനക്കൊരു പുത്രനുണ്ടാകും. അവനിലൂടെ നിന്റെ വംശം നിലനിൽക്കും. നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ടോ? നിന്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽ തീരത്തെ മണൽത്തരികളെ പോലെയും വർദ്ധിക്കും. നീ സന്തോഷിക്കുക, ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അബ്രഹാം ഈ സന്തോഷ വാർത്ത സാറായി അറിയിച്ചു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഉണ്ണി പിറന്നു. നല്ല ഓമനത്തുള്ള ഒരു ആൺകുഞ്ഞ്. അവർ അവന് ഇസാക്ക് എന്ന് പേരിട്ടു. ഇസാക്ക് നല്ല മിടുക്കനായി വളർന്നു. 100 വയസ്സായപ്പോഴാണ് അബ്രഹത്തിന് ഇസാക്ക് ജനിക്കുന്നത്. കൂട്ടുകാരെ, നാം ഈ കഥയിൽ നിന്ന് എന്താണ് പഠിക്കുന്നത്? വിശ്വാസം നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ അബ്രഹത്തെ പോലെ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിച്ചാൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകും. നന്ദി, നമസ്കാരം.